ടോണി ചേട്ടൻ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്നാ മീനാന്ന്. പയ്യെ അവനെ എൻജോയ് ചെയ്ത് പിടിക്കുന്നുള്ളൂ. അപ്പോൾ അവൻ മാക്സിമം ഓടട്ടവൻ ഫുൾ അടിയിലോട്ട് കുത്തി കേട്ടോ മീൻ. ഇവിടെ നമ്മൾ നടക്കുമ്പോഴേക്ക് സൂക്ഷിക്കണം. ഇത് ഫുള്ള് മുള്ളാണ് കേട്ടോ. തുറക്ക് കാണട്ടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ സനാജ് ചേട്ടനുണ്ട്, ജിനോച്ചാച്ചനുണ്ട്, ടോണി ചേട്ടനുണ്ട്. നമ്മൾ കോവളത്തുണ്ടല്ലോ. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വലിയൊരു കൽക്കെട്ടാണ്. നമ്മൾ നിൽക്കുന്ന സൈഡിലേക്കും ഇതിന്റെ പുറകിലേക്ക് ഫുള്ള് കല്ലാണ്. അപ്പൊ നമ്മളിവിടെ ചൂണ്ടിടാൻ വന്നിരിക്കുവാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിര കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ന് എന്തൊക്കെ മീനാ കിട്ടുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കടലാണ്. കടലിൽ എന്തൊക്കെ മീനാ ഉള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് കയറി വന്നു കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പല വെറൈറ്റീസ് ഓഫ് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആക്ച്വലി നമ്മൾ ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടനോട് വന്നിട്ടുണ്ട്. ഓക്കെ ഏട്ടാ, നമ്മൾ മാക്സിമം ചേർത്ത് പാർക്ക് ചെയ്യുവാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നോച്ചാൽ ചൂണ്ടയൊക്കെ എടുത്തോ. നമ്മൾ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കലയിലേക്ക് കൊണ്ടുവന്ന ചേട്ടനാണ്. ചേട്ടൻ കോവളത്തുള്ളതാണ്. ചേട്ടൻ ഇവിടെ ചെയ്യുന്ന നമ്മുടെ ബോട്ടിലെ ഇത് ചെയ്യുന്നല്ലേ, അടിപൊളി. അപ്പോൾ കോവളത്തൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ബോട്ടിൽ കടലിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സനാജേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കലയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പം കോവളത്ത് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസിന് മാത്രം ആക്സസ് ഉള്ള ഏരിയയാണ്. അതായത് ഫിഷർമെൻ ചൂണ്ടിടാൻ പോകുന്നവരൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ചൂണ്ടക്കാരാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകുന്നതാണ്. പിന്നെ നമ്മൾ മാക്സിമം സൂക്ഷിച്ചും ചേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ പോകുന്നത്. ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇപ്പം നല്ല ഇരുട്ടാണ് കേട്ടോ. അതുപോലെ ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ നമ്മൾ ബീച്ചിന്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിനോച്ചാച്ച ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ടോണി ചേട്ടൻ്റെ പുറകെ വരുന്നു. നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ പോവാണ്. മീൻ കിട്ടുമെന്നൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടുമായിരിക്കും. നിങ്ങൾ നമ്മുടെ ലാസ്റ്റത്തെ കോവളം ഫിഷിംഗ് വീഡിയോ കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണും. അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഈ വീഡിയോ. നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കുറേ പുല്ലൊക്കെ ഉള്ള സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചെടിയൊക്കെ വളർന്നു നിൽക്കുകയാണ് കേട്ടോ. നടക്കുന്ന വഴിക്ക് കടലിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ലതായിട്ട് തിര അടിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ലോ ടൈഡ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നടക്കുമ്പോഴേക്ക് സൂക്ഷിക്കണം. ഇത് ഫുള്ള് മുള്ളാണ് കേട്ടോ. ഓ ഫൈനലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ ഫുള്ള് കാണാം. അടിപൊളി. നിങ്ങളിതുണ്ടോ ചന്ദ്രൻ വെച്ച് നോക്കി. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. കാര്യം ഇവിടെ അങ്ങോട്ട് ഫുള്ള് കല്ലാണ്. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിന്നത് ഇവിടെയാണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചൂണ്ട സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 70 mm ലീഡർ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ സെറ്റ്. നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ലീഡർ നമ്മൾ മെഗാബാസിൻ്റെ വിഷൻ 110 തന്നെ യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതൊരു വൈറ്റ് ലീഡറാണ്. മീനാണോ? ആണോ? ടോണി ചേട്ടൻ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്നാ മീനാന്ന്. പൊളി ആണ്ടെ. വലുതാണോ? സൈസുള്ള മീനാണോ? എന്നാലും മറ്റാണോ? എന്നാ ആയിരിക്കും? അടിപൊളി. അത് ഡ്രാഗിട്ട് പയ്യെ കയറ്റിയാൽ മതി. സമയമുണ്ട്. ഐസ് എന്താ അടിച്ചിരിക്കുന്നത് ഒരു പിടിയിൽ. ജിഗ്ഗയിലാണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് മീൻ എന്താണെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കടലായതുകൊണ്ട് തന്നെ പയ്യെ കയറ്റിയാൽ മതി. സമയമുണ്ട്. അപ്പം നമ്മൾ ടോണി ചേട്ടൻ ആയുധം അടിച്ചിരിക്കുകയാണ് കേട്ടോ. പുള്ളി ഉപയോഗിക്കുന്ന സ്റ്റാഡിക്കിൻ്റെ റീലാണ്. ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മേടിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന വെബ്സൈറ്റ് കയറി നോക്കിയാൽ മതി. നമ്മൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ ഇറങ്ങാം. മീൻ വന്നല്ലേ? പയ്യെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്കോ ആ സൈഡിലേക്ക് ഇറങ്ങി ലാൻഡ് ചെയ്യിച്ചോ. സൂക്ഷിച്ച് ലാൻഡ് ചെയ്യിക്കണേ. അല്ലല്ല, റോഡിൽ തന്നെ ലാൻഡ് ചെയ്യിച്ചോ. ഞാൻ ഇറങ്ങാത്ത കാര്യം എൻ്റെ കയ്യിൽ മൈക്കുള്ളതുകൊണ്ടാ. കേട്ടിക്കോ. പറ്റയാണോ? ഓ പൊളി പറ്റയാണ് കേട്ടോ. ഇങ്ങെടുത്തോ. എടുത്തോ. അടിപൊളി. അടിപൊളി, സൂപ്പർ. ഒരു ഹൈഫൈ. അപ്പോൾ മീനിനെ വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടോണി ചേട്ടൻ്റെ ഫസ്റ്റ് വറ്റ ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വറ്റ എന്ന് പറയുന്ന സാധനം. ഇവിടെ ഇതിന് വെളപ്പാരെന്ന് പറയും അല്ലേ. വെളപ്പാര എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ. അടിപൊളി ഭംഗിയുള്ള മീനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഫിന്നിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ 2 ഹുക്കും കയറിയിട്ടുണ്ട്. പോകുന്നു. അസിസ്റ്റും കയറിയിട്ടുണ്ട്. അസിസ്റ്റല്ല മീൻ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വറ്റ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വലയ്ക്കാൻ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നപ്പോഴേക്കും വലയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് മീനിനെ വെള്ളത്തിലേക്ക് മീൻ നല്ല സുഖമായിട്ട് വെള്ളത്തിൽ കിടപ്പുണ്ട്. മീൻ അടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. സോ ഞാനും ലൂർ മാറ്റുവാണ്.
ആ മീന 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 അടിച്ചടിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. വറ്റയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ അവനെ എൻജോയ് ചെയ്ത് പിടിക്കുന്നുള്ളൂ. അപ്പോൾ അവൻ മാക്സിമം ഓടട്ടെ. അവൻ ഫുൾ അടിയിലോട്ട് കുത്തി കേട്ടോ മീൻ. അപ്പോൾ മാക്സിമം മീൻ ഓടട്ടെ. അയ്യോ ഫുൾ ഓട്ടമാണ് കേട്ടോ. ഓടിക്കുക. അപ്പോൾ നമ്മൾ പയ്യെ മീനെ പിടിക്കുന്നുള്ളൂ. അടിപൊളി. ഒരു ഇച്ചിരി കൂടെ ഡ്രാഗ് ഇടാം കേട്ടോ. ഗൈസ് മീൻ എവിടേക്ക് കയറി ഉടക്കിയിട്ടുണ്ട് കേട്ടോ. പോന്നു മീനുണ്ട്. പിന്നെ മീൻ ഓടാത്തെ. വീണ്ടും ഓടുവാണ്. ഒങ്ങിയില്ല. അവിടെയുണ്ട് മീൻ. ഇവിടെയുണ്ട്. അടിപൊളി. മീൻ ആ ഒരു സൈഡിലോട്ട് ആ ഒരു ടൈഡിനകത്തോട്ട് ഓടുന്നത് കേട്ടോ. എനിക്കൊന്ന് മീൻ ഫോൾസ് ഹുക്കാന്ന് തോന്നുന്നു. ഫോൾസ് ഹുക്ക് അത് ഇത്ര ഓടുന്നത്. ഓ ഫുൾ ഓട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുവാണ്. ഫോൾസ് ഹുക്കല്ലേ? അതാണ് ഇത്ര ഓട്ടം ഓടുന്നത്. ഫോൾസ് ഹുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി. പെർഫെക്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മീൻ ഇത്രയും ഓടാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ടോണിച്ചേട്ടൻ പിടിച്ചതിനേക്കാളും ചെറിയ മീനാണ്. പക്ഷേ ഇവൻ ഇത്രയും ഓടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഫോൾസ് ഹുക്കാണ്. നമ്മൾ ല്യൂർ വലിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മീൻ ഓടുന്ന മൊത്തം സൈഡിലേക്കാണ് ഓടുന്നത്. എൻ്റെ ചൂണ്ടയിൽ ഇവനൊരു 2 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അതിന് ശേഷം പുറകിൽ നിന്ന് പിന്നെ അടിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ വീണ്ടും മറ്റയാണ്. കടലായതുകൊണ്ട് നമുക്ക് അടുത്ത് എന്ത് മീനാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മൾ മീൻ ഇടാനായിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു നാച്ചുറൽ അക്വേറിയമാണ്. സോൾട്ട് വാട്ടറാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇടുകയാണെങ്കിൽ മീൻ ചത്തു പോകത്തില്ല. ഇത് കണ്ടോ, നമുക്ക് ആദ്യം പിടിച്ച മീൻ ഇതുവരെ ചത്തിട്ടില്ല. ഇതിലേക്ക് തന്നെ ഇടാം കേട്ടോ. അപ്പം നമ്മൾ പിടിച്ച മീനിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ഒരു സാധനം കാണിച്ചു തരാം. ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ചിറങ്ങണം. കാര്യം എന്താ വെച്ചാൽ കല്ല് നല്ല തെന്നി കിടക്കുവാണ്. അപ്പം നമ്മൾ മീൻ ഇട്ടിരിക്കുന്നത് ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതിനകത്താണ് നമ്മൾ മീൻ പിടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഈ തിരയുണ്ടല്ലോ, ഈ തിര ഇങ്ങനെ കയറിയിട്ട് ഇതിനിടയ്ക്കെല്ലാം വെള്ളം കിടപ്പുണ്ട്. ഇവിടെ വെള്ളം കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീൻ ഇട്ടേക്കുന്നത് കണ്ടില്ലേ അല്ലേ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒത്തിരി വെള്ളം കിടപ്പുണ്ട്. ഇതിനകത്തുണ്ടല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറേ മീനുകളും കുറേ ജീവികളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾ അതിനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ല, അതിനകത്ത് എന്തോരം മീനാണ്. ഇഷ്ടം പോലെ മീനുണ്ട്. അതുപോലെ ഞണ്ടുണ്ട്. അതുകൂടാതെ എന്തൊക്കെയോ കുറേ ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലം അടിപൊളിയാണ്. നമ്മൾ പയ്യെ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. പിടിച്ച മീൻ നമുക്ക് ഒന്ന് കാണിച്ചേ. അപ്പോൾ 2 മീനുണ്ട്. അപ്പോൾ സനാജ് ചേട്ടാ താങ്ക് യു സോ മച്ച് കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മൾ ഫുൾ ടൈം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആള്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ ഈ മീനിനെ മമ്മീനെ കൊണ്ട് വെട്ടി ഫ്രൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഏകദേശം 180 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഡൗട്ട് കാണുമായിരിക്കും, 180 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 360 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്റെ പുറത്തേക്ക് നമ്മൾ പോയതാണ്. ഓൾ സെറ്റ്. പപ്പ അവിടെ അപ്പം തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ മീൻ കാണാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു. നമ്മൾ എന്താളുടെ മീൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി എന്നാ മീൻ അടിക്കുന്ന ഐഡിയ ഉണ്ടോ? ഓ ആണോ? എന്നാ മീനെ കാണിച്ചു തരാം. നമ്മുടെ മീൻ ഡിക്കിക്ക് സേഫ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ഐസൊക്കെ ഇട്ടുണ്ടോ കൊണ്ടുവന്നേ. തുറക്ക് വേണ്ടേ ഉണ്ടോ? സുന്ദര മീൻ നല്ല രസമല്ലേ. അപ്പൊ നമ്മുടെ മീൻ പിടുത്തേ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ വറ്റേനെ എടുക്കാൻ പോവാമേ. എന്നാ വേണമെന്ന് ചെയ്യാൻ കേട്ടോ. നമ്മൾ വെട്ടാൻ പോണം ആദ്യമേ.
ഇതാണ് അങ്ങനെയുണ്ടല്ലോ. മമ്മി മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിനി മസാല തേക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരു മീനെ എടുത്തിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. മറ്റേ മീൻ നമ്മൾ കുഞ്ഞപ്പനും മോളിയാൻ്റെയൊക്കെ വരുമ്പോൾ ഒരു ദിവസം നമ്മൾ കറി വെക്കാം കേട്ടോ. നമ്മൾ മീനിലോട്ട് മിക്സ് ചെയ്യാൻ വന്ന മസാല വേറെ ഒന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേ നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ട് മിക്സിക്ക് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ദേ പാകത്തിന് മഞ്ഞൾപ്പൊടി, ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ചേർക്കുവാണ്. ഇത് കണ്ടോ. അപ്പൊ ആ നാരങ്ങയുടെ ഒരു പുളിയൊക്കെ ഈ മീനിലോട്ട് പിടിക്കും. അതിനുശേഷം ഒരിതള് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിനെ മിക്സിയിലേക്ക് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ മിക്സി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും മണമൊക്കെ വരും. ഇനിയിപ്പോൾ നമ്മൾ ഇത് മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതേണ്ട കണ്ടല്ലോ, നമ്മൾ മീനുകളുടെ മസാല നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ നാരങ്ങയെല്ലാം മീനിലോട്ട് നന്നായിട്ട് പിടിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ മീനിനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മീനിൽ മസാലയൊക്കെ പിടിച്ച് നമ്മളിത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ എടുത്ത് അടുപ്പയിലോട്ട് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു 5-6 ഇതള് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ വറ്റേനെ എടുത്ത് അതിൻ്റെ മേളിലേക്ക് അങ്ങ് വെക്കുവാണ് കേട്ടോ. നമ്മൾ ആ മിച്ചമുള്ള മസാലയും കൂടെ അതിൻ്റെ തലയിലൊക്കെ അങ്ങ് നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്തങ്ങ് വെക്കുവാണ് കേട്ടോ. ഒരു 8-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മീൻ ഫ്രൈ ആകും. അതിനുശേഷം നമ്മളിത് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേണ്ട അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവനെ മറിച്ചിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ആഹാ സൂപ്പർ. ഈ സൈഡ് കണ്ടോ, ഇത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 5 മിനിറ്റോടെ കഴിയുമ്പോഴേക്കും മീൻ പാകത്തിന് ഫ്രൈ ആവും. അങ്ങനെ നമ്മുടെ മീൻ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മമ്മി വാഴയിലേക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് സവോളയും കൂടി അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അവനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണ് കേട്ടോ. അടിപൊളി. ഇത് വെച്ച് കഴിയുമ്പോൾ കളർ കോമ്പിനേഷൻ നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വറ്റ ഫ്രൈ ആയിട്ടുണ്ട്. മീൻ കഴിക്കാനുള്ള ആൾക്കാരൊക്കെ റെഡിയാണ് കേട്ടോ. ഇത് ഇവിടെ ഒരാൾ മേശയുടെ മേളിലൊക്കെ കയറി മീൻ നോക്കി ഇരിപ്പുണ്ട്. ഇതെന്നാടി ഇതാര് പിടിച്ച മീൻ? ഇതാര് പിടിച്ച മീനറിയോ? എനിക്ക് വയ്യ. അപ്പൊ നമ്മുടെ വറ്റ റെഡിയാണ് കേട്ടോ. അപ്പൊ ആരാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? ഓ എനിക്ക് വയ്യ. ചൂട് നോക്കി എങ്ങനെയുണ്ട്? ആണോ? എനിക്ക് വയ്യ. കഴിച്ചു നോക്കി. ചൂടുണ്ടോ? അടിപൊളിയാണോ? ഇറക്കിയത് പോലും കടലിലെ മീനുള്ള പേര്. ഈ മീനിന്റെ പേരെന്നാ അറിയോ? വേറെന്തൊക്കെ മീനിന്റെ പേരറിയാം? കേക്കട്ടെ. അപ്പൊ എന്നൊക്കെ മീനിന്റെ പേരാ പറഞ്ഞു തന്നേക്കുന്നത്? കൊച്ചിന് വരെ മീനിന്റെ പേരെല്ലാം അറിയാം. മീനെ അവൾക്ക് കണ്ടാലും അറിയാം. അതിന്റെ റീസൺ എന്നാ വെച്ചത്, അപ്പുറം ഇന്ന് ആ മനുഷ്യൻ കണ്ടോ. ഞാനും ടോണി ചേട്ടനും ചൂണ്ടയിൽ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. ഞാൻ ആക്ച്വലി നമ്മൾ റോഡും റീലും വെച്ച് ആദ്യമായിട്ട് ഫിഷിങ് ചെയ്യുന്നത് ഞാനും ടോണി ചേട്ടനാണ്. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒന്നും നോക്കുന്നില്ലേ, എല്ലാവരും മീൻ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ടേസ്റ്റ് ടോണി ചേട്ടാ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ, അഭിപ്രായം പറയൂ. കഴിച്ചോ അഗു വെച്ചോ. അടിപൊളിയാണോ? അടുത്ത ടോണി ചേട്ടന്റെ വൈഫ് ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണാണ്. ചേച്ചി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ മാസ്റ്റർ പീസ്. ജിനോജിന് മുടി ഇത് കണ്ടോ? മുടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയോട് നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ 3 പേരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യമേ ചേച്ചിക്ക് അഗു പറഞ്ഞു ശരിയാണ് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്വപ്നം പറഞ്ഞു കൊടുക്കും. ചെമ്പല്ലി നല്ല അടിപൊളി. ഞാൻ പിടിച്ച മീൻ വേണ്ട കടല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെല്ലാവരും കൂടി മീൻ കഴിച്ച് തീർക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കോവളത്തെ ഫിഷിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫിഷിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും ടോണി ചേട്ടനും കൂടെ ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു 8 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 6 ദിവസത്തെ ഒരു റോഡ് ട്രിപ്പ് പോവാണ്. അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കുറേ വരുന്നതാണ് കേട്ടോ. ഞാനല്ല പ്രൗഡ് മൊമെന്റ്സ്. അവസാനം ഭാവിയിൽ എന്റെ കുടുംബത്തിൽ ഒരാളെ
നമ്മളുണ്ടല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടനെ കണ്ടു. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? അസീസ്. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അതുപോലെ തന്നെ ഒരു ചെറിയ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേരെന്തായിരുന്നു? അമീർ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഹലോ. നമ്മൾ കൽക്കട്ടിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. അല്ല, ഇതിനകത്തുണ്ടല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒത്തിരി ജീവികളും ഒത്തിരിയൊക്കെ ഓർഗാനിസം. ആദ്യമേ നമ്മളുണ്ടല്ലോ ഇഞ്ചി നല്ല അടുപ്പിച്ചടുപ്പിച്ച് അരയുവാണ്. ഇഞ്ചി അരിഞ്ഞത്. ആദ്യമേ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇഞ്ചി നല്ല അടുപ്പിച്ചടുപ്പിച്ച് അരയുക. അയ്യോ, എന്നാ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ വറ്റ വെട്ടാൻ അല്ല എന്ന് പറയാം. ചേട്ടാ, അങ്ങനെ നമ്മളെ കോളത്തിൽ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനെ കണ്ടിട്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഷമീർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. മലപ്പുറം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ. ടോണി ചേട്ടാ, നിങ്ങൾ തന്നെ പിടിക്കുന്നത്? ആലോചനയാണ് കേട്ടോ. ജിനോജ് എന്തിനാ പിടിക്കുന്നത്? ജിനോജ് എന്തും പിടിക്കും. എടുക്കണേ. അങ്ങനെ ഒരു മിനിറ്റ്. അവിടുന്ന് വേറൊരാൾ ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കുവാണ് എന്നെ കഴിക്കുന്നത്.